അപ്പൊ നമുക്ക് ഈ കോൺ മസാല ഇടാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ജിഞ്ചക്കാളി പേസ്റ്റ്, സോൾട്ട്, ലെമൺ, പെപ്പർ, പിന്നെ വന്നിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കോൺ ഫ്ലോർ ആണ്. അപ്പൊ അതൊക്കെ ഇട്ട് നമ്മൾ മസാല ഇടാം. അപ്പൊ നമ്മുടെ ഇതാണല്ലോ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മുളക് പൊടി, ഉപ്പ്, ജിഞ്ചക്കാളി പേസ്റ്റ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടെ കുറച്ച് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. പിന്നെ ശകലം കോൺഫ്ലോർ കൂടെ ഇടുക. അപ്പൊ നമ്മൾ മസാല എല്ലാം ഇടുന്നുണ്ടല്ലോ, മസാല എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലാണ്. മസാല കൂടുതലാവുന്നത് കൊച്ചു കുട്ടികൾക്കായാലും മസാല കുറച്ചുള്ള പരുവാണുള്ളത്. അപ്പൊ നമ്മളല്ലോ ഇത് കണ്ടല്ലോ, നമ്മള് ഇത് കുത്തി കഴിഞ്ഞു കണ്ടല്ലോ. കുത്തി ഇങ്ങനെ പിള്ളേർക്ക് നല്ല ഫാൻസി, കുട്ടികൾക്കൊക്കെ നല്ല ഫാൻസി ആയിട്ടുള്ള മോഡലാണ് നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്രില്ലി നമ്മൾ ഇങ്ങനെ ലെമൺ ഒഴിക്കാൻ പോകണം. ഫൈനൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സൂപ്പർ ആയിട്ട്. നമ്മൾ ഫൈനലി മസാല ഒക്കെ ഇട്ട് ലാസ്റ്റ് ഫൈനലിലാണ് നമ്മൾ ലെമൺ ഇടുന്നത്. അപ്പൊ ലെമൺ ഇട്ടിട്ട് ആകണല്ലോ നമ്മുടെ ആ മസാലയൊക്കെ ചെറിയ നല്ല തൊട്ടും തൊടാതെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് സൂപ്പർ ആയിട്ട് ഇഷ്ടപ്പെടും. ആ നെയ്യിന്റെ ഫ്ലേവർ ഒക്കെ വരുന്നത് നമ്മൾ എന്തായാലും കഴിച്ചു നോക്കാം.